അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, CBSE 12ാം ക്ലാസ് പരീക്ഷയുടെ പുനർമൂല്യനിർണ്ണയത്തിന് ഉത്തരക്കടലാസിന്റെ പകർപ്പുകൾക്കായി അപേക്ഷിക്കാനുള്ള സമയപരിധി ഇന്ന് തീരാൻ പോകട്ടോ. സാങ്കേതിക പിഴവുകൾ സംബന്ധിച്ച പരാതികളിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് CBSE ഉടൻ റിപ്പോർട്ട് നൽകും. വിനിത VG ഡൽഹിയിൽ നിന്നും. വിനിത, ഗുഡ് മോർണിംഗ്. ഒരിക്കൽ കൂടി ഈ വിദ്യാർത്ഥികളുടെ വലിയ ആശങ്കയായിരുന്നു, വലിയ ആക്ഷേപങ്ങളൊക്കെ തുടരുന്നതിനിടെ ഒറ്റ ദിവസത്തെ സമയം, ആ പ്രഖ്യാപനം ഉണ്ടായത് ഇന്നലെ രാത്രിയാണ്. എത്ര പേർ അത് അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അറിയില്ല. എന്തായാലും ഒരു ദിവസം കൂടി ആശ്വാസ സമയമുണ്ട്. പക്ഷെ അപ്പോഴും ഈ പ്രശ്നങ്ങൾ ആ നിലയിൽ പരിഹരിക്കപ്പെടുന്നുമില്ലല്ലോ. അസിത, വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല രക്ഷിതാക്കൾക്കും വലിയ പരാതിയും ആശങ്കയും ഉണ്ടായിരുന്നു. തുടർന്നാണ് ഒരു ദിവസത്തേക്ക് കൂടി ആ സമയപരിധി നീട്ടി നൽകിയിരിക്കുന്നത്. CBSE 12ാം ക്ലാസ് പുനർമൂല്യനിർണ്ണയത്തിനായി ഉത്തരക്കടലാസിന്റെ പകർപ്പുകൾക്ക് അപേക്ഷിക്കാനുള്ള സമയപരിധിയാണ് നീട്ടി നൽകിയത്. ഈ നീട്ടി നൽകിയ സമയപരിധി ഇന്ന് അവസാനിക്കും. ഇന്ന് രാത്രി 12 മണി വരെയാണ് ഈ സമയപരിധി അനുവദിച്ചിരിക്കുന്നത്. അതിൽ ഗുരുതരമായിട്ടുള്ള സാങ്കേതിക പിഴവിനെ തുടർന്ന് അപേക്ഷ നൽകാൻ ആകുന്നില്ല എന്നടക്കമുള്ള വലിയ പരാതികൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. രക്ഷാകർത്താക്കളും ഒപ്പം തന്നെ വിദ്യാർത്ഥികളുടെയും ഈ പരാതി കൊണ്ട് അസിത സൂചിപ്പിച്ചതുപോലെ ഇന്നലെ രാത്രിയാണ് ഈ സമയപരിധി നീട്ടിക്കൊണ്ടുള്ള CBSEയുടെ സർക്കുലർ ഇറങ്ങുന്നത്. ഒപ്പം തന്നെ നേരത്തെ അപേക്ഷ സമർപ്പിച്ച പലർക്കും ഇതുവരെ പകർപ്പ് ലഭിച്ചിട്ടില്ല എന്നും കൂടുതലായിട്ട് ചിലരിൽ നിന്നൊക്കെ ഫീസ് ഈടാക്കിയതായിട്ടുമുള്ള പരാതികളുണ്ട്. ഇത്തരത്തിലേക്ക് വ്യാപകമായിട്ടുള്ള പരാതികളാണ് ലഭിച്ചിരിക്കുന്നത്. തുടർന്ന് ഈ കൂടുതലായി ഈടാക്കിയ തുക അത് തിരികെ നൽകാൻ CBSE ധനമന്ത്രാലയത്തിന്റെ സഹായം കൂടി തേടിയിരിക്കുകയാണ്. സാങ്കേതിക പിഴവുകൾ സംബന്ധിച്ച റിപ്പോർട്ട് ഉടൻ തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്ക് സമർപ്പിക്കുമെന്നാണ് CBSE വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. അല്ല വിനിത, അപ്പോൾ വിനിതയുടെ ശ്രദ്ധപ്പെട്ടുകൊണ്ടാണ് വേദാന്ത് എന്ന് പറയുന്ന ഒരു +2 പയ്യൻ എക്സിൽ കുറിച്ചിട്ട് ഒരു കമന്റ് വല്ലാതെ വൈറലാവുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ഐ എം എ CBSE ക്ലാസ് +2 സ്റ്റുഡന്റ്, 12th സ്റ്റുഡന്റ്. After receiving unexpectedly low marks in physics, we applied for photocopies of my answer sheets through the CBSE revaluation process. Today we received the copies. And I am shattered because the physics answer sheet uploaded by CBSE is not mine. എന്ന് പറയാണ്. മിടുക്കനായ വിദ്യാർത്ഥിയാണ്, ഫിസിക്സിന് വല്ലാതെ മാർക്ക് കുറഞ്ഞു. എന്താ കാര്യം ചോദിച്ചപ്പോഴത്തേക്ക് അപ്ലോഡ് ചെയ്തേക്കുന്ന മാർക്ക് ഷീറ്റ് അവൻ്റെ അല്ല, വേറെ ആരുടെയോ ആണ് എന്നതാണ് വേദാന്ത് എന്ന് പറയുന്ന ആ വിദ്യാർത്ഥി പറയുന്നത്. അങ്ങനെ ഇത് കേവലം ഏതെങ്കിലും ഒരു സാങ്കേതിക പിഴവിൻ്റെ അല്ല, അടിമുടി ഒരുപാട് വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ ആശങ്കയും വലിയ സങ്കടവും വേദനയൊക്കെ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഇത് കുഞ്ഞുങ്ങളെയല്ല, ഇത് ഇനിയെങ്കിലും ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ, കർശനമായ നടപടികൾ ഉണ്ടാകുമെന്ന് കരുതാവോ? പ്രതിപക്ഷം അവിടെയും കാര്യമായ ഏതെങ്കിലും വലിയ സമരമോ ഒന്നും നടത്തി കാണുന്നില്ല എന്ന് കരുതി അങ്ങനെ വിടാൻ പറ്റത്തില്ലല്ലോ വിനിത. ഹാഷ്മി, വിമർശനങ്ങൾ ഇക്കാര്യത്തിൽ ഉയരുന്നുണ്ട്. പക്ഷേ വിമർശനങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലേക്കുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾക്കും അപ്പുറം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇനി ഇത്തരത്തിലേക്കുള്ളൊരു സംഭവം അത് ഉണ്ടാകരുത് എന്നുള്ളത് തന്നെയാണ് നമുക്കും പറയാൻ കഴിയുന്നത്. അത് ഇപ്പോൾ ഹാഷ്മി വായിച്ച ആ വിദ്യാർത്ഥിയുടെ ഒരു അവസ്ഥ മാത്രമല്ല, മറ്റു പല വിദ്യാർത്ഥികൾക്കും ഇത്തരത്തിലേക്കുള്ളൊരു സാഹചര്യമാണുള്ളത്. പലരുടെയും ഈ ഉത്തരക്കടലാസുകളൊക്കെ തന്നെ അവർക്ക് ലഭിക്കുമ്പോൾ അതിൽ വായിക്കാൻ കഴിയുന്നില്ല, കൃത്യതയില്ലാത്ത തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ നിശ്ചിത തുക എന്നതിനേക്കാൾ അപ്പുറം കൂടുതൽ പണം ചിലർക്ക് അപേക്ഷയിൽ നൽകേണ്ടതായിട്ട് വന്നു. ഇങ്ങനെ അടിമുടി ആകമാനം വലിയ പിഴവുകൾ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതിൽ അസിത നേരത്തെ പറഞ്ഞതുപോലെ, നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ രാത്രിയാണ് ഈ സർക്കുലർ, ഇന്ന് വരെ സമയപരിധി നീട്ടിക്കൊണ്ടുള്ള ഒരു സർക്കുലർ വരുന്നത്. സ്വാഭാവികമായും ഒരു 12 മണിക്ക് ശേഷം വരുമ്പോൾ ആ ഒരു വിവരം അത് എത്ര വിദ്യാർത്ഥികളിലേക്ക് എത്തുന്നുണ്ട് എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ഏതാണെങ്കിലും അവരുടെ ആശങ്ക അത് കൃത്യമായും അതിൽ ഒരു പരിഹാരം തന്നെയാണ് ഈ ഘട്ടത്തിൽ ഉണ്ടാകേണ്ടത്. ഹാഷ്മി, ഓക്കെ, ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.